കാസ് എവിടെ നിന്നാ പോയി 2 നൂഡിൽസും കൊണ്ടുവന്നിട്ട് അസ്രാക്ക് അതൊന്ന് ഉണ്ടാക്കി തരുമെന്ന് വെച്ചാൽ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടായോ. പക്ഷെ ഇവിടെ വിധി വില്ലനായി കേട്ടോ. ഗ്യാസ് നമുക്ക് 8ന്റെ പണിയല്ല 16ത്തെ പണിയാണ് തന്നത് കേട്ടോ. ഗ്യാസ് തീർന്നു. രാവിലെ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഗ്യാസ് തീർന്നു. പിന്നെ അവിടെ കിടന്ന ഒരു നമ്പർ എടുത്ത് നമ്മൾ ഗ്യാസ് ഏജൻസി വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 10 മിനിറ്റ് ഇപ്പോൾ എത്താന്ന് പറഞ്ഞു. അപ്പം ബാക്കി കിടന്ന പണികളെല്ലാം നമ്മളൊന്ന് ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചേട്ടാ. പറയാൻ കാരണം ഇത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാം. ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇതെല്ലാം അവിടെ ഇവിടെ ഇട്ടേക്കണം. എന്തായാലും ഗ്യാസ് വരെ അത്ര സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് എന്തായാലും ഇതെല്ലാം ചെയ്ത് വെക്കാം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. അതാ നമ്മളത് പുറത്ത് ഇപ്പോണ്ട് പെട്ടെന്ന് ഇറങ്ങി ഒരു വന്ന് ഗ്യാസ് എടുത്തുകൊണ്ട് വെക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നേരെ അവിടെ തന്നെ ഇറങ്ങി ചെന്നു. പക്ഷേ വീട്ടിൽ ഉമ്മയൊക്കെ പണ്ട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഗ്യാസ് തീരാറായി, ഗ്യാസ് തീർന്ന എന്തെങ്കിലും ഗ്യാസ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസ് തീരാ ഇതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളതിന് വലിയ വില കൊടുത്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഇന്നെന്തായാലും എനിക്ക് മനസ്സിലായി കേട്ടോ. നല്ലതാണ് മനസ്സിലായി. പിന്നെ നാട്ടിലെ പോലെയല്ല, ഇവിടെ വിളിക്കുമ്പോൾ സ്പോട്ടിൽ തന്നെ കൊണ്ടുവരും കേട്ടോ. അതുപോലെ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് പോകാനാണ്, അതുപോലെ തന്നെ ഫുഡ് ഉണ്ടായിക്കൊണ്ട് നിൽക്കുവാണ്, അങ്ങനെയാണ് തീർന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് ഇപ്പം തന്നെ എത്താൻ, ഞാൻ ഫാസ്റ്റ് ആക്കാൻ, ഞാൻ വേറെ ഒന്നും പോകില്ല, ഫസ്റ്റ് അങ്ങോട്ട് തന്നെ വരാനൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ പറഞ്ഞാലും ഒക്കെ പെട്ടെന്ന് തന്നെ എത്തി എല്ലാ നിമിഷം കൊണ്ട് എല്ലാം ചെയ്തു തന്നിട്ടാ. അതെന്താ വലിയൊരു ഉപകാരം തന്നെയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റ.